ഈ വീൽ ചെയറുമായിട്ട് കിടന്നു വീഴുന്നവളെയാണോ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട് ആണോന്ന്? അമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ നോക്കിയത് പ്രിയയുടെ മുഖത്തേക്കായിരുന്നു. കത്തി നിൽക്കുന്ന സൂര്യനെ കാർമേഘങ്ങൾ മറച്ചതുപോലെ തലതാഴ്ത്തി അവൾ അങ്ങനെ ഇരുന്നു. ഇന്നലെ രാത്രി മുതൽ ഇന്നീ നേരം വരെ അമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ച് ഒരു സമാധാനവും തരാതിരുന്ന പെണ്ണാണ്. എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരു പെണ്ണാണ്. സാരിയെല്ലാം ഉടുത്ത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. അമ്മേ, അത് പ്രിയ പാവാണ് അമ്മേ. വിധു, കൂടുതൽ സംസാരമൊന്നും വേണ്ട. നിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു കുട്ടി അത്രയേ വേണ്ടു അമ്മയ്ക്ക്. സ്വത്തും പണമൊന്നുമല്ല, അതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് ഞാൻ സമ്മതിക്കില്ല. അമ്മ എണീറ്റ് പുറത്തേക്ക് നടന്നു. ഞാൻ അമ്മയെ കാറിൽ കയറ്റി വിട്ടു. പ്രിയയുടെ അടുത്തേക്ക് നടന്നു. ഒറ്റയ്ക്ക് ആ മുറിയിൽ ജനാലക്കടുത്ത് ആ കാറ് പോകുന്നു നോക്കി അവളോട് ഇരിപ്പുണ്ടായിരുന്നു. സങ്കടമായോടോ എൻ്റെ കുട്ടിക്ക്? ഇല്ല, നല്ല ശരി വരുന്നുണ്ട്. പ്രിയ മുഖം വീർപ്പിച്ചു. ദേഷ്യമുണ്ടോ എൻ്റെ അമ്മയോട് തനിക്ക്? നിന്റെ അമ്മയ്ക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതാ അമ്മയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ച്. എന്നാ പിന്നെ നീ എടുത്തോടി എൻ്റെ അമ്മയെ. ചിലതൊന്നും പകരം വയ്ക്കാൻ പറ്റില്ലടാ. അങ്ങനെ ഉള്ളിൽ ആദ്യം വരുന്ന സ്വന്തം അച്ഛനോ അമ്മയോ ആ. വീൽ ചെയർ പതിയെ മുമ്പോട്ട് തള്ളി ചുമരിലെ മാലയിട്ട് വെച്ചിരിക്കുന്ന ആ ഫോട്ടോയിലേക്ക് കണ്ണു നിറച്ചുകൊണ്ട് അവൾ നോക്കി. ഞാൻ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ പ്ലീസ്. ഒന്നും മിണ്ടാ ഞാൻ വരാന്തയിലേക്ക് നടന്നു. പാവം ഒരുപാട് ആശിച്ചു. പുറത്ത് നല്ല മഴ, കാർമേഘങ്ങൾ കരഞ്ഞു തീർക്കുകയാണ്. ഇഷ്ടങ്ങളും സങ്കടങ്ങളും അങ്ങനെയെല്ലാം. പ്രിയ, എങ്ങനെയൊക്കെയോ പാസ്സായ എനിക്ക് കോളേജിൽ കിട്ടിയ നല്ലൊരു കൂട്ടാണ് പ്രിയ. ഉഴപ്പൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു പഠിപ്പിപ്പെണ്ണ്. വാഗ പൂക്കുന്ന പോലെ ഋതുക്കൾ നോക്കാതെ ഞങ്ങളും പൂത്തു. ആ ക്യാമ്പസിൽ വിരിഞ്ഞ ചുവന്ന പൂക്കൾ നോക്കി പലരും പ്രണയമാണെന്ന് പറഞ്ഞു. അതുവരെ എന്നിൽ അന്യം നിന്നിരുന്ന ആ ഭാവത്തെ തൊട്ടുണർത്തിയത് ഫ്രണ്ട്സാണ്. അല്ലെങ്കിലും ഇല്ലാത്ത പറയുന്നതാണ് ആ തെണ്ടികളുടെ സ്ഥിരം പരിപാടി. ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം. എന്തോ അവളോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. അല്ല, ചോദിച്ചു. ഒരു പുൻസിരിയാണ് ചോദ്യത്തിന് ഉത്തരമായി തന്ന്. സന്തോഷിക്കും മുന്നേ പ്രിയ ഇതുകൂടി കൂട്ടിച്ചേർത്തു. എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പ് വരുമ്പോൾ ഇതിനുത്തരം ഞാൻ പറയാം. ഇപ്പം ജീവനാണ് ഉയരാണെന്നൊക്കെ എല്ലാവരും പറയും. അതേ വാക്ക് കുറച്ച് കഴിയുമ്പോൾ മാറാറുണ്ട്. നീ പറയാത്തതിന് എനിക്കങ്ങനെ തോന്നുമ്പോൾ ഞാൻ തന്നെ പറയാം നിന്നോട്. സന്തോഷിക്കാനോ വിഷമിക്കാനോ പറ്റാത്തൊരവസ്ഥ സമ്മാനിച്ചിട്ട് കൂളായി ഒരു ചിരിയിരിച്ച് അവളങ്ങ് പോയി. അതിൻ്റെ പേരിൽ കുറച്ച് ദിവസം മസിൽ പിടിച്ച് നടന്നു. 2 ദിവസത്തിനുള്ളിൽ കാര്യം മനസ്സിലായ പ്രിയ കുത്തിന് പിടിച്ച് പറഞ്ഞു, മര്യാദയ്ക്ക് എൻ്റെ കൂട്ടുകാരിയിട്ട് നടന്നോളണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും. ഒരു ഫൈനൽ വാണിംഗ് കിട്ടി. പണ്ട് ഹിറ്റ്ലർ പറഞ്ഞ 2 വാക്കുകളാണ് ഓർമ്മ വന്നത്. കാമുകിയുടെ കണ്ണുനീര് നമ്മൾ തന്നെ തുടക്കണം, അല്ലെങ്കിൽ തുടക്കാൻ മറ്റു പലരും ഉണ്ടാവുമെന്ന്. ഓണത്തിൻ്റെ സെലിബ്രേഷൻ അന്നാണ് ഞാൻ ആദ്യമായി പ്രിയ സാരി എടുത്ത് കാണുന്നത്. അല്ലെങ്കിലും സ്നേഹിക്കുന്ന പെണ്ണ് സാരി എടുത്ത് മുന്നിൽ വന്ന് എങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന് ചോദിക്കുന്ന ആ ഫീലുണ്ടല്ലോ എൻ്റെ സാറേ. അത്തപ്പൂക്കളത്തിന് വർണ്ണവും പകിട്ടും നൽകാൻ ഒരുപാട് പൂക്കളുണ്ടായിരുന്നെങ്കിലും എൻ്റെ കണ്ണുകൾ മുഴുവൻ പ്രിയയിൽ തന്നെയായിരുന്നു. വെക്കേഷന് പോയ പ്രിയ പിന്നെ തിരിച്ചു വന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു വിവരവുമില്ല. അവസാനം ടീച്ചേഴ്സിനിടയിൽ നിന്ന് തന്നെ വിവരം കിട്ടി. അമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴുണ്ടായ ഒരു അപകടം അച്ഛനെയും അമ്മയെയും ഓർമ്മകളാക്കി പ്രിയ വിധി ബാക്കി വെച്ചു. കാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടെന്നറിഞ്ഞപ്പോൾ തളർന്നു വീണത് ഞാനാണ്. ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പോയപ്പോൾ ഞാൻ മാത്രം മാറി നിന്നു. അവൾ നിന്നെ അന്വേഷിച്ചിരുന്നെന്ന് കൂട്ടുകാരുടെ വാക്കുകൾക്ക് മുമ്പിൽ ഞാനങ്ങ് ചെറുതായി പോയി. കലങ്ങിക്കരഞ്ഞ കണ്ണുമായി അവരുടെ മുമ്പിൽ പോയിരുന്നപ്പോൾ കൈപിടിച്ച് അവൾ തന്നെ പറഞ്ഞു, എന്നിങ്ങനെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആളുകളിൽ ഒരാളാണ് നീ. അതുകൊണ്ടാണ് നീ വരാത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അമ്മ കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് പ്രിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നാൽ അത് തോന്നലല്ല, സത്യമാണെന്ന് ഇപ്പോൾ അറിഞ്ഞു. ആകെ ഒതുങ്ങിക്കൂടി പ്രിയ അങ്ങനെ നാളുകൾ തള്ളി നീക്കി. ഒറ്റയ്ക്കുള്ള ഇരിപ്പ് മാറ്റാൻ ഉന്തിത്തള്ളി വീണ്ടും കോളേജിലേക്ക് ഞാൻ അവളെ കൊണ്ടുവരാൻ തുടങ്ങി. ഒരു വീൽ ചെയറിലിരുത്തി പഴയ പോലെ അവളെ സന്തോഷിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. ഒരാൺകുട്ടി ഇടപെടാൻ പറ്റാത്ത പല കാര്യങ്ങളിലും ഒരു പെൺകുട്ടിയുടെ ലൈഫിലുണ്ടെന്ന് അവളാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. അവൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ കാൽ പിടിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ പ്രിയ തന്നെ പറഞ്ഞു, ഇനി ഞാൻ കോളേജിലേക്കില്ല, വീട്ടിലിരുന്ന് പഠിക്കാമെന്ന്. എന്നെ സമാധാനിപ്പിക്കാനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ അവൾ ഒറ്റക്കാക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഫുട്ബോൾ ഗ്രൗണ്ടുകളിലും മരച്ചൂടുകളിലും കറങ്ങി നടന്നിരുന്ന എന്നെ ക്ലാസ്സിലെ ബെഞ്ചിൽ കൊണ്ടിരുത്തിയത് അവിടെ ആ വാക്കുകളാണ്. ക്ലാസ്സിലെടുത്ത എല്ലാം അങ്ങനെ തന്നെ അവിടെ മുമ്പിലെത്തിച്ച് അക്ഷരങ്ങളുമായി ഒരു ചർച്ചയും ഇല്ലാത്ത എന്നെ അവൾ അതിനോട് തുന്നിച്ചേർത്തു. ടീച്ചർമാർ കൂടി സഹായിച്ചപ്പോൾ പ്രിയ പഴയ ആ പഠിപ്പിയെ പൊടി തട്ടിയെടുത്തു. ഫൈനൽ ഇയറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ചതിനേക്കാൾ സന്തോഷമുണ്ടായിരുന്നു അവൾക്ക് റാങ്ക് കിട്ടിയെന്നറിഞ്ഞപ്പോൾ. സ്റ്റേജിൽ നിന്ന് മെഡൽ വാങ്ങാനിരുന്നവരുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു പ്രിയ. ആൾക്കൂട്ടത്തിൽ നിന്ന് കയ്യടികൾ ഉയർന്നപ്പോഴും പ്രിയയുടെ നോട്ടം എന്നെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. മാഞ്ഞു മറിഞ്ഞു പോയെന്ന് കരുതിയ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഞ്ചിരി വീണ്ടും ഞാൻ കാണാൻ തുടങ്ങി. ജീവനാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അതങ്ങനെയാണെന്ന് പറയാതെ തന്നെ തെളിയിക്കുന്ന ഒരിത്തിരി പേരുണ്ടാവും. അതിലൊന്നാണ് നീ. ഈ മെഡലിന് അവകാശി നീയാണ്. അമ്മയെ കൂട്ടിക്കൊണ്ടുപോവാ പെണ്ണ് കാണാൻ.
പ്രിയ വന്ന് കയ്യിൽ തൊട്ടു. അപ്പോഴാണ് ഓർമ്മകളുടെ ആ ലോകത്ത് നിന്ന് താഴെ ഇറങ്ങിയത്. ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നിന്നെ വന്ന് തനിച്ചിരിക്കുമ്പോഴാണ് കൂടുതൽ വിഷമം വരുന്നത്. എടോ, എങ്ങനെയെങ്കിലും ഞാൻ അമ്മയെ കൺവിൻസ് ചെയ്യാം, നീ പേടിക്കണ്ട. മഴ തോർന്നു, ഞാൻ പോട്ടെ. അമ്മ ഇനി പ്രിയ ഒന്ന് മൂളി. ഹോസ്പിറ്റലിൽ നിന്നും പ്രിയയുടെ ചെറിയമ്മയുടെ ഒരു ഫോൺ കോള് എന്നെ തിടുക്കത്തിൽ ആശുപത്രി മുറിയിൽ എത്തിച്ചു. കാലിൽ നല്ല നീരുണ്ട്. ഞാൻ കാലിൽ തലോടിയപ്പോൾ പ്രിയ കണ്ണു തുറന്നു. എന്താ പറ്റിയത്? ഒന്ന് ആലോചിച്ചപ്പോൾ അമ്മ എന്തിനാ മാറ്റുന്നത്? മാറേണ്ടത് ഞാനാണെന്ന് തോന്നി. ഒന്ന് ശ്രമിച്ചു നോക്കി. അതിൻ്റെ പാടാ കാലിൽ. ഡോക്ടർ എന്ന് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. അതെന്താ, ഞാൻ പറഞ്ഞ വിശ്വാസമല്ലേ? ഇല്ല. പ്രിയ ചിരിച്ചു. ബോഡി നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. മരുന്നിന് മാറ്റാൻ പറ്റാത്ത പലതും മനസ്സുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. വീഴാതെ നോക്കാൻ ഇയാൾ കൂടെ ഉണ്ടാവണം. ചിലപ്പോൾ 1-2 മാസങ്ങളിൽ പ്രിയ വീണ്ടും പഴയതുപോലെയാവും. നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഡോക്ടർക്ക് നന്ദി പറഞ്ഞു ഞാൻ പ്രിയയുടെ അടുത്തെത്തി. നിന്നോടുള്ള ഇഷ്ടമാണ് എൻ്റെ വാശി. 2 മാസത്തിന് ശേഷം അവളുടെ കയ്യും പിടിച്ച് അതേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ യാദൃശികമായിട്ടാണ് അച്ഛനെ കാണുന്നത്. അന്വേഷിച്ചപ്പോൾ അമ്മ കുളിമുറിയിൽ തെന്നി വീണു എന്നാണ് അറിഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഉളുക്കി, അത്രയേ ഉള്ളൂ എന്ന്. കൂടുതലൊന്നും ഞാൻ ചോദിച്ചില്ല. പ്രിയയുടെ വിഷയത്തിന് ശേഷം ഞാനും അമ്മയും തമ്മിൽ അത്ര രസത്തിലല്ല. എന്നിരുന്നാലും അമ്മ തന്നെയാണ്. പ്രിയ അവിടെ ഇരുത്തി ഞാൻ അച്ഛനെ തിരക്കി വെളിയിലേക്ക് ഇറങ്ങി. അച്ഛൻ ഡോക്ടറോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ അച്ഛൻ്റെ പുറകിൽ നിന്നു. വിധു, ഇത് ഹരി, നിന്റെ അമ്മയുടെ ബന്ധുവാ. അച്ഛനെ എനിക്ക് പരിചയപ്പെടുത്തി. എനിക്കറിയാം, പ്രിയ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഞാൻ അച്ഛൻ്റെ കയ്യിൽ കുറച്ച് കാശ് കൊടുത്ത് നടന്നു. വിധു, ഒരു മിനിറ്റ്. അമ്മയെക്കുറിച്ച് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പ്രിയയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അമ്മ അന്വേഷിക്കാറുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവാതെ ഞാൻ മുന്നോട്ട് നടന്നു. മുറിയിലെത്തി നോക്കിയപ്പോൾ അമ്മയുടെ കാലിൽ തടവി കൊടുക്കുന്ന പ്രിയയാണ് കണ്ടത്. എന്നെ കണ്ടപ്പോൾ അമ്മയൊന്ന് കണ്ണിറുക്കി പുഞ്ചിരിച്ചു. പ്രിയയ്ക്ക് എന്നോടുള്ള ഇഷ്ടമാണ് അവിടെ വാശിയായിട്ട് അവളെ നടത്തിക്കുന്നത്. എന്നാൽ ആ വാശി ഉണ്ടായത് അമ്മയുടെ വാക്കിൽ നിന്നാണെന്ന സത്യം ഞാൻ എന്തേ മറന്നു. അമ്മയുടെ ചിരിക്ക് ഒളിഞ്ഞിരിക്കുന്ന പല അർത്ഥങ്ങളും അക്ഷരങ്ങളുമുണ്ട് ഇന്നും. അല്ലെങ്കിലും ഇഷ്ടപ്പെട്ടതെല്ലാം വാശിയോടെ നേടിത്തരാൻ അമ്മയല്ലാതെ മറ്റാരാ എനിക്കുള്ളത്?